പഠിക്കുക എന്നുള്ളതാണ് നിന്റെ ആദ്യത്തെ ധർമ്മം. മറ്റൊരു ചിന്തയും നിന്നെ അലട്ടുവാൻ നീ അനുവദിക്കരുത്. ഞാൻ പറയുന്നത് മുഴുവൻ നീ അതേപടി വിഴുങ്ങണ്ട. സ്വന്തം ജീവിതാനുഭവങ്ങൾ വെച്ച് മനസ്സിലാക്കിയാൽ മതി. നോക്ക്, എന്തൊരു ഉത്സാഹവും സന്തോഷവുമാണ് അവർക്ക്. ആ ഊർജമാണ് വളരും തോറും നമ്മളറിയാതെ നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ കൊച്ചുമോളെ നോക്ക്. ഇന്ന് കാലത്ത് ചാപ്പലിന് മുമ്പിൽ ആരോ കിടത്തിയിട്ട് പോയതാണ്. ഇവൾ ജീവിച്ചു മുന്നേറണമെന്ന് സർവേശ്വരൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഉപേക്ഷിക്കാൻ വരുമ്പട്ടയാളെ ഇവളെ ഇവിടെ തന്നെ കളഞ്ഞു പോകാൻ പ്രേരിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും വെളിമ്പുറത്ത്, അല്ലെങ്കിൽ കുപ്പക്കുഴിയില്. ആ, നിന്നെയും ഒരിക്കല് ഈ ചാപ്പലിന് മുമ്പിലാ ഞാൻ ആദ്യം കണ്ടത്. പ്രണയം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ജീവിക്കാനുള്ള മനുഷ്യന്റെ പ്രത്യാശയില്ലേ, അതിന്റെ ഏറ്റവും വലിയ പ്രേരക ശക്തിയാണ് പ്രണയം. ഈ ഡെയ്സിയുടെ മാനസികാവസ്ഥ എങ്ങനെ? എനിക്ക് ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല. ശ്രീക്ക് ഫ്രാങ്കനെ സംശയമുണ്ടോ? Sir, they were madly in love. ഓ, പ്രേമം. എന്തായാലും ഈ കേസ് അപകടമോ ആത്മഹത്യയോ അതൊന്നും ഉറപ്പാ. What? നിങ്ങളെ പോലുള്ള മതിലിയാടി പിള്ളേര് എവിടെയെങ്കിലും പോയി മരിച്ചാ അത് മിക്കവാറും കൊലപാതകം തന്നെയായിരിക്കും. I think you're talking too much. ഓ, ഐ എം സോറി. കുട്ടിക്ക് ഗസൽസ് ഇഷ്ടാണ്? അല്ല. മനസ്സ് തണുപ്പിക്കാൻ ഗസൽസ് നല്ലതാണ്. ജഗജിത് സിംഗ് ആണ് എന്റെ ഫേവറേറ്റ്. സർ, എനിക്ക് പറയാനുള്ളതല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Can I go now? ഓ, ഷുവർ. ഈ പിള്ളേരേതാണ്? ആ തുള്ളണ പിള്ളേരേതാന്ന് എനിക്കത് അന്വേഷിക്കലല്ല പണി. പക്ഷെ എന്റെ പണി അതാണ്. അതിന് ഞാനെന്ന് വേണം? അയ്യോ, Go to hell. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെയാ പറയേണ്ടത്? മര്യാദക്ക് സംസാരിക്കണ കുട്ടിച്ചാത്ത. സർക്കിൾ ഇൻസ്പെക്ടർ ടോം ജസ്റ്റിൻ. ഇവളെ അറിയോ? Oh, I know. This is Daisy. But she got killed in an accident a couple of days ago, right? അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ കാണാൻ വന്നതും. അയ്യോ സാർ, എനിക്ക് അവളുമായി ഒരു കണക്ഷനും ഇല്ലേ. തനിക്ക് അവളെ പരിചയമുണ്ടല്ലോ, അത് മതി. അവൾ ഈ ഡിസ്കിലെ ഒരു സ്ഥിരം സന്ദർശകയായിരുന്നു അല്ലേ? സർ, ഇടയ്ക്കിടെ വരാറുണ്ട്. കൂടെ ആരെങ്കിലും? അങ്ങനെ ആരെയും കൂടെ കണ്ടിട്ടില്ല. അവസാനമായിട്ട് അവൾ വന്നപ്പോഴാണ്? ഐ തിങ്ക് ലാസ്റ്റ് വീക്ക്. കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അല്ല, താൻ എപ്പോഴും ഇങ്ങനത്തെ തുള്ളി വരക്കണ പാട്ടുകൾ മാത്രമേ പ്ലേ ചെയ്യൂ. നല്ല നല്ല ഗസലുകൾ എത്ര എണ്ണം ഉണ്ട്. അത് സാർ, ഈ ഗസലിനൊപ്പം ഡാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓ, അത് ശരിയാണ്. താൻ ഗസലുകൾ കേൾക്കാറുണ്ടാ? ഉണ്ട് സാർ. ഈ ബഹളം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ മനസ്സ് തണുപ്പിക്കാൻ. താൻ കൊള്ളാവല്ലോടോ. എന്തൊരു ഫീലാണല്ലോ ഈ ഗസലുകൾക്ക്. എന്റെ ഫേവറേറ്റ് ജഗജിത് സിംഗ് ആണ്. സർഹദ് കെ ഉസ് പാർ സേ മെഹ്മാൻ ആ രഹേ ഥേ. ആഹാ, തനിക്കാരാണ്? പങ്കജ് ദാസ്. ഓ, ഈസ് ഓൾസോ ഗ്രേറ്റ്. പക്ഷെ നമ്പർ 1 ജഗജിത്ത് ആണ്. യു ആർ റൈറ്റ്. ഓക്കെ, ഞാൻ പോണേണ്. താങ്ക് യു സർ. പക്ഷേ ഞാൻ ഇനിയും വരും. ഇതിലും ഭേദം ഞാനൊരു ഒച്ചിനെ പ്രേമിക്കുന്നായിരുന്നു. ഷേക്സ്പിയറെ അടിച്ചു മാറ്റല്ലേ ദിനേശ? പെണ്ണുങ്ങളായ കുറച്ചൊക്കെ വൈകും. ഇവിടെ 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? ഹായ് ശ്രീ. ഹലോ സർ. ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ അതോ? അത്യാവശ്യമായ ഒരു ഇടം വരെ പോണമായിരുന്നു. ഐ ക്യാൻ ഡ്രോപ്പ് യു. വേണ്ട, അത് സാറിന് ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? ഏതായാലും ബസ്സിനായി ഇത്രയും നേരം കാത്തു നിന്നല്ലേ. ഇനി വൈകണ്ട, കേറിക്കോളൂ. എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്? റെയിൻ ഫോറസ്റ്റ് റെസ്റ്റോറന്റില്. ഓ, അതൊരു എക്സ്പെൻസീവ് റെസ്റ്റോറന്റ് അല്ലേ? ഇന്ന് ദിനേശിന്റെ ബർത്ത്ഡേ ആണ്. ആണോ? ഗുഡ്. He is giving us a treat at Rain Forest restaurant. Oh, good. Yeah. Great. Oh. What happened, sir? ബാറ്ററിക്ക് ഒരു ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ. അയ്യോ,
Franco, come fast. Okay? സാർ ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. നോ പ്രോബ്ലം സാർ. ഹേയ്, ഇതിപ്പം ശരിയാവും. എന്തായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്തല്ലേ? അതല്ല സാർ. എത്ര മണിക്ക് കാണാമെന്നാ പറഞ്ഞത്? ഷാർപ്പ് 5. Wait, just wait for a few minutes. Sri, I'm extremely sorry about this. പക്ഷേ ഫ്രാങ്കോ ശ്രീയെ റെയിൻ ഫോറസ്റ്റിൽ ഡ്രോപ്പ് ചെയ്യും. അതല്ല സാർ, ഞാൻ ടാക്സിയിൽ. Come on, Sri, I will drop you. അത് വേണ്ട സാർ. No, it's already late for you, അല്ലേ? Come on. സോറി ദിനേശ്, ഞാനിങ്ങോട്ട് വരും. ദിനേശ്, ദിനേശ്, തൊട്ടു പോകരുത്. ഫ്രാങ്കോ എന്റെ ഫ്രണ്ടാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു ഫ്രാങ്കോ. പ്രൊഫസർ ഡേവിഡ് ആൻഡ്രൂസ്. അയാൾ നിന്റെ സ്വന്തം ആളല്ലേ? അതെ, അത് തന്നെയാണ് എനിക്ക് സംശയം. അയാൾക്ക് എന്നോട് എന്തിനാണ് ഇത്ര സ്നേഹം? അയാൾക്ക് പിശാചുക്കളുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. സംശയിച്ചോ? ഞാൻ പോണു. നീ ഞാൻ പറയുന്നൊന്ന് മുഴുവൻ കേൾക്ക്. ശരി, പറയ്. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ 666 ആണ്. 3 6കൾ. അതിനെന്താ, കാണാൻ നല്ല രസമല്ലേ? 6 6 6. എടാ, അത് സാത്താന്റെ മകനായ ആന്റി ക്രൈസ്റ്റിന്റെ നമ്പറാണ്. അയാൾക്കത് ഇഷ്ടമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അയാളുടെ സെൽ നമ്പർ 9842066600 ആണ്. അയാൾ എനിക്ക് ഈയിടെ ഒരു CD തന്നു. അതിൽ മ്യൂസിക് കേൾക്കാൻ പറഞ്ഞു. ആദ്യമൊക്കെ രസമായി തോന്നി. പിന്നെ വട്ടാവാൻ തുടങ്ങി. ഒരുതരം വൂഡു മ്യൂസിക്. ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ മ്യൂസിക് പിശാചിനെ ഉപാസിക്കുന്നവരുടെയാണെന്ന്. ഒരിക്കൽ ഇയാൾ എന്നോട് പറഞ്ഞു, ദൈവത്തിനോട് നമ്മൾ ഒരു കാര്യത്തിനും കടപ്പെട്ടിട്ടില്ലെന്ന്. ദൈവത്തിന് തരാൻ കഴിയാത്ത ഒരുപാട് സിദ്ധികൾ ചെകുത്താന് തരാൻ കഴിയുമെന്ന്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ മുൻകൂട്ടി അറിയാം, ഇഷ്ടമുള്ള പെണ്ണിനെ വശീകരിക്കാം എന്നൊക്കെ. ഈ സിദ്ധികളൊക്കെ അയക്കുണ്ടോ? അതെനിക്കറിയില്ല. പക്ഷെ അയാൾ പിശാചിന്റെ ആളാണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. പിശാചുക്കളോടും ഭൂതപ്രേതങ്ങളോടും സംസാരിക്കാൻ കഴിയുന്ന ഒരച്ഛനെ എനിക്കറിയാം, മേക്കാട്ടച്ഛൻ. മേക്കാട്ടച്ഛനെ നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹം പിശാചുക്കളുമായി സംസാരിക്കുന്നത് കാണാനല്ല. ഈ പ്രൊഫസർ, അദ്ദേഹത്തെ പറ്റിയുള്ള സംശയം നമുക്ക് തീർക്കണം.